യെസ്, ആ നിലയ്ക്ക് ഈ കോടതി വിധി അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അബ്ബാസിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി. അബ്ബാസ്, ഈ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അതിൻ്റെ ഉള്ളുകളികളെക്കുറിച്ച് അത്ര ആഴത്തിൽ എന്തുമാത്രം അറിയാവുന്ന സംശയമാണ്. ഞാൻ ചോദിക്കുന്നത്, BJP 2018 ഈ നിയമം കൊണ്ടുവരുന്നത് വഴി BJP ഈ നിമിഷം വരെ ഉണ്ടാക്കിയ നേട്ടം എന്താണ്? എത്ര കോടി, എത്ര ശതമാനം അധികം, എത്ര ഭീമമായ തുക? ഇത് വളരെ കൃത്യമായ കണക്കുകൾ, ഈ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഓഡിറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ കൃത്യമായിരിക്കും, കാരണം കമ്മീഷന് മുമ്പിൽ കൊടുക്കാനുള്ളതാണല്ലോ. ഇതിൽ ഈ ഇലക്ട്രോറൽ ബോണ്ട് വന്ന ശേഷം ഏകദേശം 2018 ഇത് തുടങ്ങി 2023 മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം 65,064 കോടി രൂപ BJPക്ക് മാത്രം കിട്ടിയിട്ടുണ്ടെന്നാണ് ഒഫീഷ്യൽ കണക്കെന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് കറക്റ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ 1135 കോടി രൂപ മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. അഥവാ ഒരു വലിയ ഹ്യൂജ് എമൗണ്ടിൻ്റെ വ്യത്യാസം കോൺഗ്രസും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും മുഖ്യ പ്രതിപക്ഷ BJPയും കോൺഗ്രസും തമ്മിലുണ്ട്. അപ്പോൾ ഏതായാലും ഇത്ര വലിയൊരു വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു സംഗതിയാണ്. ലോകത്തെ മൊത്തം ഇലക്ഷൻ എടുത്താൽ ഇലക്ഷനിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ഷൻ റിഗ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നമ്മൾ US ഇലക്ഷനിൽ നമ്മൾ ഇലക്ഷൻ റിഗ് ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ഇലക്ഷൻ റിഗ്ഗിങ് എന്ന് പറയുന്നത് വലിയ കമ്പനികൾ ലോബിയിങ് നടത്തുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ്, വലിയൊരു ഏർപ്പാടാണ്. പക്ഷേ ഇന്ത്യയിലെ ഇലക്ഷനെ റിഗ് ചെയ്യാനുള്ള, ഇന്ത്യയിലെ ഇലക്ഷനെ അട്ടിമറിക്കാനുള്ള വ്യവസ്ഥാപിതമായ ഒരു മാർഗമായിരുന്നു ഈ ഇലക്ട്രോറൽ ഫണ്ടിങ് എന്ന് പറയുന്നത്. ദുരൂഹമായ ഒരു മാർഗത്തെ കോടതി ഇങ്ങനെ ഒരു നിയമപരമായ ഇടപെടലിലൂടെ തടഞ്ഞിരിക്കുന്നു എന്ന മർമ്മപ്രധാനമായ ഒരു സംഗതി എന്ന് ആ നിലക്കുള്ള നിയമപരമായ ഇടപെടൽ കോടതി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്നുകൂടി ഈ ദിവസത്തെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. താങ്ക് യു അബ്ബാസ്, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിനൊപ്പം D ധനസുമോദ്, ഒപ്പം അഭിഭാഷകരും.